Hello. Hello. കേൾക്കുന്നോ? Can you hear me? Hello. Yes, ma'am. Okay. ബോർഡ് കാണുന്നുണ്ടോ? ബോർഡ് കാണുന്നുണ്ടോ? Yes, ma'am. യെസ്. അപ്പോൾ നമ്മള് ടൈലർ സീരീസ് അല്ലേ പഠിച്ചു നിർത്തിയത്? ഫൊറിയർ സീരീസ് തുടങ്ങിയില്ലല്ലോ? തുടങ്ങിയായിരുന്നോ? എന്തെങ്കിലും ഒന്ന് പറയൂ. ഹലോ. മാക്ലോറിൻ സീരീസ്. ഓക്കെ. അപ്പോൾ ഇനി ഇതിന്റെ കൂടെ ഒരു ചെറിയ ടോപ്പിക് ഉണ്ട്, ബൈനോമിയൽ. അത് ഞാൻ ലാസ്റ്റിൽ എടുക്കാം, കാര്യം അതിന് വലിയ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നില്ല. അപ്പൊ നെക്സ്റ്റ് എഴുതണം മൊഡ്യൂൾ 5 ഫൊറിയർ സീരീസ്. ഫൊറിയർ സീരീസ് FO ഫൊറിയർ സീരീസ്. അപ്പൊ ഞാൻ അതിനെ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്, ഇഫ് f of x is a function, f of x എന്നൊരു ഫംഗ്ഷൻ നമുക്ക് ഉണ്ടെങ്കിൽ f of x is equal to, അത് ഒന്നുകിൽ ഒരു ഫംഗ്ഷൻ ആകാം, ഇല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആകാം, എന്ത് തന്നെ ആയിരുന്നാലും ഒരു ഫംഗ്ഷൻ f of x നമുക്ക് ഉണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ സം ഓഫ് ട്രിഗണോമെട്രിക് സൈൻസ് ആൻഡ് കൊസൈൻസ്, അപ്പം ഇഫ് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം, ഇങ്ങനെ ഈ ഒരു റെപ്രസെന്റേഷനിൽ നമുക്ക് എഴുതാൻ സാധിക്കണം. ദറ്റ് ഈസ് a0/2 plus a1 cos 1x plus a2 cos 2x plus etc. plus an cos nx plus etc. plus b1 sin 1x plus b2 sin 2x plus etc. plus bn sin nx plus etc. That means ഇതൊരു ഇൻഫൈനൈറ്റ് സീരീസ് ആണ്. അപ്പം ഇനി ഇതിൽ ഒന്നുകൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ, ദറ്റ് ഈസ് a0/2 plus sigma 1 to infinity an cos nx plus sigma 1 to infinity bn sin nx. ഈ ഒരു റെപ്രസെന്റേഷനിൽ നമ്മൾക്ക് തന്നേക്കുന്ന സീരീസിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചാൽ അതിനെയാണ് നമ്മൾ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഫൊറിയർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ.
Do you understand what I say? ചോദ്യം ഉത്തരവൊക്കെ എനിക്ക് തന്നെ. Yes, ma'am. Yes. അപ്പം ഇനി ഇവിടെ നമ്മള് 3 കോൺസ്റ്റന്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് അത് രണ്ടും ഒന്നിച്ചിരിക്കൂടെ? കേട്ടൂടാ? ഹലോ, അത് രണ്ട് ഇക്വേഷൻസ് കമ്പൈൻ ചെയ്തിക്കൂടെ? ഈ രണ്ട് ഇക്വേഷനും കൂടെ കമ്പൈൻ ചെയ്തുകൂടായെന്നോ? അതായത് എൻ കോസൻ എക്സും ബി എൻ സൈൻ എക്സും കമ്പൈൻ ചെയ്യാൻ പാടില്ലയോ എന്നാണ് ആ ചോദ്യം. രണ്ട് സെപ്പറേറ്റ് സിഗ്മെന്റ് ആവശ്യമുണ്ടോ? ഒരു സിഗ്മെന്റ് ഉള്ളിൽ തന്നെ രണ്ടും? Okay, if you want, you can. That means come like this. That is sigma 1 to infinity a n cos nx plus b n sin nx. ഇങ്ങനെ എഴുതരുതെന്നല്ലോ, എഴുതിക്കൂടായോ? If you want, you can. There is no restriction. അപ്പം ഇവിടെ നമ്മൾക്ക് 3 കോൺസ്റ്റന്റ്സ് a0, an and bn. These 3 കോൺസ്റ്റന്റ്സ് ഇതിനെ പറയുന്ന പേരാണ് ഫോറിയർ കോഎഫിഷ്യൻസ്. ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുവാണ്. That is a0, an and bn. These are known as the Fourier coefficients. ഇത് 3 കോൺസ്റ്റന്റ്സുമാണ്. അതിനെ പറയുന്ന പേരാണ് ഫോറിയർ കോഎഫിഷ്യൻസ്. അപ്പം ഇനി ഇവിടെ നമ്മൾക്കുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ എക്സ് ലൈസ് ബിറ്റ്വീൻ c and c plus 2pi. That is c less than or equal to x less than or equal to c plus 2pi. അതായത് എക്സ് ലൈ ചെയ്യുന്നത് സിക്കും c plus 2piക്കും ഇടയ്ക്ക്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓഫ് ലെങ്ത് 2pi ലെങ്തിലാണ് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ലൈ ചെയ്യുന്നത്. ഇതാണ് ഫോറിയർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ 3 കോൺസ്റ്റന്റ്സ്, അതായത് ഈ ഫോറിയർ കോഎഫിഷ്യൻസ് a0, an and bn, ഈ 3 കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഒരു റിലേഷൻ അപ്ലൈ ചെയ്യും. ആ റിലേഷന്റെ പേരാണ് ഓയിലർ ഫോർമുല. ഓയിലേഴ്സ് ഫോർമുല, EULERS, ഓയിലേഴ്സ് ഫോർമുല. അതായത് ഫോറിയർ കോഎഫിഷ്യൻസ് a0, an and bn കണ്ടുപിടിക്കുന്നതിന് നാം ഉപയോഗിക്കുന്ന ഫോർമുലയ്ക്ക് പറയുന്ന പേരാണ് ഓയിലേഴ്സ് ഫോർമുല. ഓക്കെ, ഇതുവരെ എഴുതിയോ? Yes or no? Please respond to me. Yes, ma'am. Yes. എഴുതണം. അടുത്തത് ഓയിലേഴ്സ് ഫോർമുല. ഓയിലേഴ്സ് ഫോർമുല ടു ഫൈൻഡ് a0, an and bn. ഇത് വന്ന വഴി നിങ്ങൾക്കറിയണ്ട. യു നീഡ് ഓൺലി ദ ഫോർമുല. അതുകൊണ്ട് അത് മാത്രം ഞാൻ എഴുതുന്നു. a0 is equal to 1 by pi integral c to c plus 2 pi fx dx. ഇതിന്റെ റിലേഷൻ നമ്പർ 2 എന്ന് ഇടുക. നേരത്തെ നമ്മൾ പേര് കയറാൻ നിൽക്കുന്നു. ഞാൻ കയറ്റാം, പക്ഷേ ഹാങ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഓക്കെ, ഐ വിൽ ട്രൈ. രണ്ട് നാല് അഞ്ച് പേര് കേറിയോ? വന്നവരെല്ലാം കേറിയല്ലോ. ഇനി ആരെങ്കിലും കൊണ്ടുപോയി പെട്ടെന്ന് കയറാൻ പറ. വീഡിയോ ഓൺ ചെയ്തേക്കുന്നു. ഓക്കെ, നേരത്തെ നമ്മൾ എഴുതിയ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയ റിലേഷനെ ടേക്ക് ഇറ്റ് ആസ് റിലേഷൻ നമ്പർ 1. അത് റിലേഷൻ നമ്പർ 1. ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന a0 റിലേഷൻ നമ്പർ 2. ദെൻ an is equal to 1 by pi integral c to c plus 2 pi f of x into cos nx dx. Relation number 3. And bn is equal to 1 by pi integral c to c plus 2 pi f of x into sin nx dx. Relation number 4. നോക്കുക,
അപ്പം നമുക്ക് റിലേഷൻ 1 2 3 4 അങ്ങനെ 4 റിലേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് എക്സ് ലൈസ് ബിറ്റ്വീൻ സി ആൻഡ് സി പ്ലസ് 2 പൈ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓഫ് ലെങ്ത് 2 പൈ ആണ്. ഇനി ഇവിടെ നമ്മൾക്ക് ഇഫ് യു പുട്ട് ഇൻ റിലേഷൻ നമ്പർ 2 3 ആൻഡ് 4 സി ഈസ് ഈക്വൽ ടു 0, സിക്ക് 0 എന്നുള്ള വാല്യൂ ഈ റിലേഷൻ നമ്പർ 2 3 ആൻഡ് 4 ഇതിൽ മൂന്നിലും കൊടുക്കുകയാണെങ്കിൽ we can find the Fourier series of length in the interval 0, 2 pi. അതായത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. സിക്ക് 0 കൊടുക്കുമ്പോൾ 0 to 0 plus 2 pi. That means it is of 0 to 2 pi. Hence we get the Fourier series of length 2 pi in the interval 0 to 2 pi. Similarly, in these relations, if you put c is equal to pi minus pi, sorry. If you put c is equal to minus pi, we get the Fourier series in the interval minus pi to plus pi. Here also, the length remains as 2 pi. അപ്പം ഈ ഒന്നുകിൽ നമ്മൾക്ക് മൈനസ് പൈ മുതൽ പ്ലസ് പൈ വരെ തരാം, ഇല്ലെങ്കിൽ 0 to 2 പൈ വരെ തരാം. അപ്പൊ അത് കിട്ടുന്നത് നമ്മളുടെ ജനറൽ റിലേഷന്റെ അകത്ത് നമ്മൾ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. ഓക്കെ, ദീസ് ആർ ദ ഓയിലേഴ്സ് ഫോർമുല for the Fourier coefficients in the interval അല്ലെങ്കിൽ of length 2 pi or period 2 pi. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി എ ബൗണ്ടഡ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ എപ്പോഴും ബൗണ്ടഡ് ആണ് ആൻഡ് ഇറ്റ് ഈസ് സിംഗിൾ വാല്യൂഡ്. അതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് അഗൈൻ അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ഇറ്റ് ഈസ് ബൗണ്ടഡ് ആൻഡ് സിംഗിൾ വാല്യൂഡ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് പീരിയോഡ് 2 പൈ. 2 പൈ ആണ് ഇതിന്റെ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത്. തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഓൺലി, ഞാനിത് ക്ലിയർ ചെയ്യട്ടോ, ബോർഡ് ക്ലിയർ ചെയ്യട്ടെ. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എഫ് ഓഫ് എക്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഫോറിയർ സീരീസ് ആണ് ഈ പറയുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് ബൗണ്ടഡ് ആൻഡ് സിംഗിൾ വാല്യൂഡ്. ബൗണ്ടഡുമാണ്, അത് സിംഗിൾ വാല്യൂഡുമാണ്. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്, സോറി ദിസ് ഈസ് ഫസ്റ്റ് കണ്ടീഷൻ. നെക്സ്റ്റ് ദ സെക്കൻഡ് കണ്ടീഷൻ ഈസ് എഫ് ഓഫ് എക്സ് ഈസ് പീരിയോഡിക്. ഇത് പീരിയോഡിക് ആണ് വിത്ത് പീരിയോഡ് 2 പൈ. പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിയുമ്പോൾ ആ ഫംഗ്ഷൻ തന്നെ നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് അതിന്റെ പീരിയോഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ ഫോറിയർ സീരീസ് എഫ് ഓഫ് എക്സ്. So this function f of x is periodic with the period 2 pi. Third condition എന്ന് പറയുന്നത് it has only, that means f of x has only a finite number of finite discontinuity and no infinite discontinuity. അപ്പം കണ്ടിന്യൂറ്റി ഡിസ്കണ്ടിന്യൂറ്റി എന്താണെന്ന് അറിയണം. when will we say that a function is continuous? അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് ഡെഫിനിഷൻ അല്ല വേണ്ടുന്നത്, കണ്ടിന്യൂറ്റി. അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ ഒരു ഫംഗ്ഷനെ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്? ഇൻ ടേംസ് ഓഫ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ മതി എനിക്ക്. Do you know? Hello, answer to me. If you can draw the graph without taking the pen. Yes, if you draw the graph without any gap. ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ വിത്തൗട്ട് എനി ഗ്യാപ്പ്, ഇടയ്ക്ക് ഒരു ഗ്യാപ്പും ഇല്ലാതെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഒരു കർവ് കിട്ടുന്നുവെങ്കിൽ അതിനെ കണ്ടിന്യൂസ് എന്നും, തിരിച്ച് എവിടെയെങ്കിലും ഒക്കെ അതിന് നമുക്ക് ബ്രേക്ക് വന്നാൽ then it is said to be discontinuous. ആ ബ്രേക്ക് വരുന്ന പോയിന്റ്സ് എല്ലാം പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇറ്റ് ഹാസ് ഓൺലി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി ആൻഡ് ഹാസ് നോ ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി. ദാറ്റ് മീൻസ് ഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ അതിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ബട്ട് വി കനോട്ട് റിമൂവ് ദ ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ മാർട്ടിനെ കൂടെ ഒന്ന് കേട്ടാണോ? മാർട്ടിൻ എവിടെ പോയി? മാർട്ടിൻ ആയതുകൊണ്ട് കേറ്റാം. കാര്യം മാർട്ടിൻ എല്ലാ ക്ലാസ്സും കയറുന്നതാണ്. മാർട്ടിനെ ഞാൻ നേരത്തെ എവിടെയാ കണ്ടല്ലോ. മാർട്ടിൻ എന്താ കയറാത്തത് നേരം? ഓക്കെ, ഞാൻ കേറ്റി. മാർട്ടിൻ അവനൊരു നല്ല പേരാണ്, എന്റെ ക്ലാസ്സിൽ കയറുന്നതാണ്. അതുകൊണ്ട് യെസ്. അപ്പൊ
So f of x has only a finite number of finite discontinuity and no infinite discontinuity. അപ്പം ഞാൻ ഇത് എങ്ങനെയാണ് നമുക്ക് ഇത് റിമൂവബിൾ ആകുന്നതെന്ന് ഒരു എക്സാമ്പിളിൽ കൂടി കാണിച്ചു തരാം. ദാറ്റ് മീൻസ് കൺസിഡർ ദ ഫംഗ്ഷൻ. ഇത് എഴുതാനല്ല, just to understand what it is. Limit x tending to 3, x square minus 9 divided by x minus 3. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ കൊണ്ടുപോയെങ്കിൽ if we substitute the value x equal to 3 in the numerator and denominator, it takes the form 0 by 0. That means it takes the indeterminate form. അപ്പം അത് നമ്മൾക്ക് acceptable അല്ല. പകരം if you factorize this function, the numerator as x plus 3 into x minus 3 divided by x minus 3. ഇങ്ങനെ ഇതിനെ ഒന്ന് factorize ചെയ്താൽ this x minus 3 from the numerator and denominator will get cancelled and we get a finite value. ഇതാണ് finite discontinuity എന്ന് പറയുന്നത്. That means we can remove it. അപ്പം ഇങ്ങനെയുള്ള ഡിസ്കണ്ടിന്യൂറ്റീസ് നമുക്ക് ആകാം, അതാണ് പറയുന്നത്. ഓക്കെ, അപ്പം 3 ക്യാരക്ടറിസ്റ്റിക്സ് ആയി. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അതായത് 3 എഴുതിയല്ലോ. അടുത്ത ഫോർത്ത് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്, ഫോർത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് only a finite number of maxima. ഒരു മിനിറ്റ്, അത് ഒരു ജീവനുള്ള വ്യക്തിയില്ല, അതിനെ ഉപയോഗിക്കുന്നത് ഒരു പരിധിയുണ്ട്. അതിനെ രണ്ടവർ എടുത്തിട്ടാണ് ഞാൻ പോയത്. എന്നെ പോലെ തന്നെ എന്തോ ഒരു എന്റെ മിസ്സിങ് ആണ്. എന്റെ പേന എന്റെ പിടിപിടി ഇപ്പൊ വയസ്സായ കാലത്ത് സോയാബീനും കയ്യിലും okay. It has only a finite number of maxima or minima. Has only a finite number of maxima or minima in any given period. തന്നിരിക്കുന്ന ഒരു പീരിയഡിൽ in any given period, തന്നിരിക്കുന്ന ഒരു പീരിയഡിൽ അതിന് മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ ആകാം. പക്ഷേ ഇറ്റ് ഈസ് ഓൺലി ഇൻ എ ലിമിറ്റഡ് നമ്പർ. അത് നോക്കുക, അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോ സൈൻ കർവും ഉണ്ട്, കൊസൈൻ കർവും ഉണ്ട്. ഇപ്പൊ സൈൻ ഫംഗ്ഷനും കൊസൈൻ ഫംഗ്ഷൻ, അതായത് ട്രിഗണോമെട്രിക് സൈൻ ആൻഡ് കൊസൈൻ, ദേ ആർ പീരിയോഡിക് വിത്ത് പീരിയോഡിസിറ്റി 2π ആണ്. അതായത് മാക്സിമം വാല്യൂ +1 മിനിമം വാല്യൂ -1 ആണ്. അപ്പം അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം മാക്സിമം വന്നിട്ട് +1ലും മിനിമം വന്നിട്ട് -1ലും. ഈ മാക്സിമ മിനിമ എന്ന് പറയുന്ന ഈ സാധനങ്ങൾ ലിമിറ്റഡ് നമ്പേഴ്സിൽ മാത്രമേ പാടുള്ളൂ. ഇത് ഇത്രയുമാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ കണ്ടീഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഡിറിച്ലെറ്റ്സ് കണ്ടീഷൻ. DIRCHLETS, ഡിറിച്ലെറ്റ്സ് കണ്ടീഷൻ. അപ്പോൾ തന്നേക്കുന്ന ഒരു ഫംഗ്ഷൻ f of x-നെ
And we're trying to connect to them. So this is the right meaning. Hello. Reconnecting. Yes. എപ്പോഴാണ് പോണെന്ന് അറിയാൻ വയ്യ. അത് ഞാൻ നോക്കട്ടെ. ഹലോ ഹലോ കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. ആ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. എപ്പോഴാണ് എന്റെ സപ്ലൈ തീർന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഇതിന്റെ ചാർജ് ഇപ്പൊ പോവും. അതുകൊണ്ട് പെട്ടെന്ന് കേട്ട് എഴുതിയാൽ നിങ്ങൾക്ക് കൊള്ളാം. എനിക്ക് and these conditions are known as the Dirichlet's conditions. DIRCHLETS Dirichlet's conditions. അപ്പോ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷനെ ഫോറിയർ റെപ്രസെന്റേഷൻ ഷെയർ ചെയ്ത് കിട്ടിയില്ലേ? ഓക്കെ ഓക്കെ, ഐ വിൽ ട്രൈ. ഷെയറിംഗ് പോയത് കാണുന്നോ? ഹലോ. ഓക്കെ. അപ്പം എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷനെ ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷനിൽ എഴുതണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ടുന്ന കണ്ടീഷൻസിനെയാണ് പറയുന്നത് ഡിറിച്ലെറ്റ്സ് കണ്ടീഷൻസ്. അപ്പം ഈ കണ്ടീഷൻസ് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. ഈ എഴുതിയ 4 കണ്ടീഷനാണ് ഡിറിച്ലെറ്റ്സ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് നമ്മൾക്ക് ഈവൻ ആൻഡ് ഓഡ് ഫങ്ഷൻസ്. അടുത്ത എഴുതണം. ഈവൻ ആൻഡ് ഓഡ് ഫങ്ഷൻസ്. Even and odd functions. Write down. A function f of x is said to be even. Said to be even. എപ്പോഴാണ് even എന്ന് പറയുന്നത്? When will we say that a function is even? No response. ഞാൻ തന്നെ പറയാം. f of minus x equal to Yes, if f of minus x is equal to fx. എക്സിന് മൈനസ് എക്സ് എന്നുള്ള വാല്യൂ റീപ്ലേസ് ചെയ്യുമ്പോഴും ആ ഫംഗ്ഷൻ തന്നെ കിട്ടുന്നുവെങ്കിൽ ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഈവൻ ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഓഡ് if replacing x by minus x, that is f of minus x is equal to minus of fx, then it is said to be odd. അപ്പം ഇതാണ് ഈവൻ ആൻഡ് ഓഡ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇനി എനിക്ക് ഇവിടെ ആവശ്യം എന്ന് പറയുന്നത് for a Fourier series, if the given limit is from minus pi to plus pi, നേരത്തെ ഞാൻ പറഞ്ഞു ലെങ്ത് 2π ആകണം എന്ന് മാത്രമേ നമ്മൾക്ക് നിർബന്ധമുള്ളൂ. അപ്പം അത് ഒന്നുകിൽ 0 to 2π ആകാം, ഇല്ലെങ്കിൽ minus pi to plus pi ആകാം. അപ്പോൾ if the limit is from minus pi to plus pi and the function f of x is even, തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് എക്സ് ഈവനും ലിമിറ്റ് മൈനസ് പൈ മുതൽ പ്ലസ് പൈ വരെയും ആണ് എങ്കിൽ then the corresponding series f of x is consists only the cosine terms, that is a0 by 2 plus sigma 1 to infinity a n cos nx. If f of x is even and the limit is from minus pi to plus pi, then the Fourier series fx എന്ന് പറയുന്നത്
a0 by 2 plus sigma 1 to infinity an cos nx. Similarly, if the function f of x is odd, if the function fx is odd, തന്നേക്കുന്ന ഫംഗ്ഷൻ fx ഓടും ലിമിറ്റ് ഫ്രം -π to +π യുമാണ് എങ്കിൽ there exists only the sine series, that is the corresponding Fourier series is fx equal to sigma 1 to infinity bn sin nx. അപ്പം ഇനി ഇവിടെ നമ്മൾ ഈവൻ ഓഡ് കൺവേർഷൻ പറഞ്ഞു. ലിമിറ്റ് -π മുതൽ +π വരെ ആണെങ്കിലും ഫംഗ്ഷൻ ഈവൻ ആണെങ്കിലും ഓഡ് ആണെങ്കിലും ഇതിന്റെ പകുതി ടേംസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വാട്ട് ആർ ദ കറസ്പോണ്ടിങ് വാല്യൂസ്? സോ ദെൻ a0 is equal to, if it is a cosine series, a0 equals 2 by pi. Instead of 1 by pi, here it is 2 by pi integral 0 to pi fx dx. And an equals 2 by pi integral 0 to pi f of x into cos nx dx, and bn equals 2 by pi integral 0 to pi f of x into sin nx dx. ഇതാണ്. അപ്പം ഈവനോട് കൺവേർഷനിൽ നമ്മൾ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ അവിടെ കറസ്പോണ്ടിങ് ഹാഫ് റേഞ്ച് സീരീസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അറ്റ് ദാറ്റ് ടൈം ദ വാല്യൂസ് ഓഫ് ദ കോൺസ്റ്റന്റ്സ് ആർ a0 is equal to 2 by pi integral 0 to pi fx dx, an is equal to 2 by pi integral 0 to pi fx dx, and bn is equal to 2 by pi integral 0 to pi fx into sin nx dx. Okay, എഴുതിയോ? ഹലോ, ഹലോ, Yes, ma'am. കഴിഞ്ഞോ? അപ്പം ഇതേ കണ്ടീഷൻസ് തന്നെ ഇനി അടുത്ത് നമ്മൾക്ക് 2l ലെങ്തിൽ വരും. അപ്പം ഇനി 2lന്റെ കറസ്പോണ്ടിങ് സീരീസ് ഞാൻ എഴുതാം. സോ അപ്പം ഫോറിയർ സീരീസ് ഓഫ് ലെങ്ത് 2l. അപ്പം അവിടെ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കറസ്പോണ്ടിങ് വാല്യൂ റീപ്ലേസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ കേട്ടോ. if അല്ല, the Fourier series f of x of length 2l it is c less than or equal to x less than or equal to c plus 2l, then the corresponding series fx is equal to a0 by 2 plus sigma. നേരത്തെ എഴുതിയെടുത്ത് പൈ കാണുന്നിടം എല്ല് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു, അതാണ് ചെയ്യുന്നത്. അപ്പം a0 by 2 plus sigma 1 to infinity an cos n pi x by l plus sigma 1 to infinity bn sin n pi x by l. അതായത് എല്ലിന് പകരം നിങ്ങളിപ്പം പൈ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ആ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ അകത്തുനിന്ന് പൈയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് പകരം വരുന്നത് കോസ് എൻ എക്സ് എന്നും സൈൻ എൻ എക്സും. അപ്പം ഇതാണ് ഫോറിയർ സീരീസ് ഓഫ് ലെങ്ത് 2l. അപ്പം ഇനി ഇവിടെ നമുക്ക് ഇവയുടെ കറസ്പോണ്ടിങ് വാല്യൂസ് കോൺസ്റ്റന്റ്സിന്റെ a0 is equal to 1 by l integral c to c plus 2l fx dx, then an is equal to 1 by l integral c to c plus 2l fx into cos n pi x by l dx, and bn is equal to 1 by l integral c to c plus 2l fx
into sin n pi x by L dx. These are the Euler's formula. Here also, if we put C is equal to 0, we get the Fourier series of length 2L in the interval 0, 2L. And if C is equal to minus L, it is, we get in the interval minus L, plus L. Okay. By putting C equal to 0, in interval 0, 12 ആകും. സിക്ക് പകരം മൈനസ് എൽ കൊടുത്താൽ ഇൻ ദ ഇന്റർവൽ മൈനസ് എൽ ടു പ്ലസ് എൽ. ഓക്കെ, ഇനി ഇവിടെ നേരത്തെ പറഞ്ഞോട്ട് ഈവനോട് കൺവേർഷനിൽ പറയാം. Now write down, if f of x is even, if f of x is even and f of x is even and the limit is from minus L to plus L, then the corresponding Fourier series fx is equal to a0 by 2 plus sigma 1 to infinity an cos n pi x by L. And if f of x is odd and limit from minus L to plus L, then the corresponding series fx is equal to sigma 1 to infinity bn sin n pi x by L. അതായത് ഫംഗ്ഷൻ ഈവനോട് കൺവേർഷനിൽ വന്നപ്പോഴത്തേക്കും ഹാഫ് റേഞ്ചിലോട്ട് മാറി, അതായത് പകുതി മാത്രമേ വരുന്നുള്ളൂ. എഫ് എക്സ് ഈവനും ലിമിറ്റ് മൈനസ് എൽ മുതൽ പ്ലസ് എൽ വരെ ആണെങ്കിൽ കറസ്പോണ്ടിങ് സീരീസിന്റെ അകത്ത് കൊസൈൻ ടേംസ് മാത്രമേ കാണുള്ളൂ. ആൻഡ് അഗൈൻ ഇഫ് ഇറ്റ് ഈസ് odd and the limit is from minus L to plus L, then the corresponding series consists only of the sine terms where a0 is equal to 2 by L integral 0 to L fx dx. An is equal to 2 by L integral 0 to L fx into cos n pi x by L dx, and Bn is equal to 2 by L integral 0 to L fx into sin n pi x by L dx. Okay. അപ്പം ഇത് ഇത്രയുമാണ് ഇതിന്റെ തിയററ്റിക്കൽ പാർട്ട്. തിയററ്റിക്കലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? ഇത്രയും ഫോർമുല എന്താണ് എനിക്ക് മനസ്സിലായില്ല. ക്ലിയർ ചെയ്യില്ലേ എഴുതാനോ? കേട്ടൂടാ. ഹലോ, പറഞ്ഞേ. ക്ലിയർ ദ സ്ക്രീൻ പ്ലീസ്. എഴുതിക്കൊണ്ടിരിക്കുകയാണ് മാം, ക്ലിയർ ചെയ്യുന്നു. ക്ലിയർ ചെയ്യരുത്. ഓക്കെ ഓക്കെ. ഈ തന്നേക്കുന്ന ഇത്ര റിലേഷൻസ് ബൈ ഹാർട്ട് ആയിരിക്കണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. അത് ബൈ ഹാർട്ട് അല്ല എങ്കിൽ നത്തിങ് ക്യാൻ യു ഡു വിത്ത് ദ ഫൊറിയർ സീരീസ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, ചെറിയൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ചെയ്യട്ടാ? ഹലോ ഉള്ളത്, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യേ. Yes, ma'am. Find the Fourier series representation. Find the Fourier series representation of fx is equal to x
Fourier series representation of fx is equal to x in minus pi less than or equal to x less than or equal to pi. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് തന്നിക്കുന്ന ഫംഗ്ഷൻ എഫ് എക്സ് അതുണ്ട്. കാര്യം ലിമിറ്റിനെ കുറിച്ചാണ് ആദ്യം അറിയേണ്ടത്. അവിടെ മൈനസ് പൈ മുതൽ പ്ലസ് പൈ വരെ ആണ് തന്നേക്കുന്നത്. നമ്മളിപ്പോ പഠിച്ചു ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ ഓർ ഓഡ്, രണ്ടിൽ ഏത് തന്നെ ആയിരുന്നാലും ലിമിറ്റ് മൈനസ് പൈ മുതൽ പ്ലസ് പൈ വരെയാണെങ്കിൽ according to the nature of the series we can convert it as a half range series. നമ്മൾക്ക് തരുന്ന ലിമിറ്റ് മൈനസ് പൈ മുതൽ പ്ലസ് പൈ വരെയാണെങ്കിൽ ഫംഗ്ഷന്റെ നേച്ചർ നാം നോക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമ്മൾക്ക് ഇതിനെ ഹാഫ് റേഞ്ച് സൈനോ കൊസൈൻ സീരീസ് ആയിട്ട് മാറ്റാൻ കഴിയും. ഇനി നോക്കുക, എഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പം in order to check the അല്ലെങ്കിൽ check the nature you have to replace x by minus x. So f of minus x is equal to ഫംഗ്ഷന്റെ അകത്ത് എക്സിന് മൈനസ് എക്സ് കൊടുത്തു. മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പം എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് എക്സ് എന്ന് കിട്ടും. സിൻസ് ഇറ്റ് ഈസ് മൈനസ് എഫ് എക്സ്, ദിസ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. ഇതൊരു ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പം എഫ് എക്സ് ഓടും ലിമിറ്റ് മൈനസ് പൈ മുതൽ പ്ലസ് പൈ വരെയും ആണ് എങ്കിൽ കറസ്പോണ്ടിങ് ഫോറിയർ സീരീസിന്റെ അകത്ത് എന്ത് മാത്രമേ കാണുള്ളൂ? സൈൻ സീരീസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഹെൻസ് ദി corresponding series is f of x is equal to sigma 1 to infinity bn sin nx, where bn is equal to 2 by pi integral 0 to pi f of x into sin nx dx. ഇതാണ് നമ്മളുടെ ഫോർമുല. അപ്പൊ തന്നേക്കുന്ന ഫംഗ്ഷൻ ഓടും ലിമിറ്റ് മൈനസ് പൈ മുതൽ പ്ലസ് പൈ വരെയും ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ഫോറിയർ സീരീസ് എന്ന് പറയുന്നതിൽ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അവിടെ ആ സൈൻ സീരീസിന്റെ കോഎഫിഷ്യന്റ് ബി എൻ എന്ന് പറയുന്നത് 2 പൈ പൈ ഇന്റഗ്രൽ 0 ടു പൈ എഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇനി ബി എൻ കണ്ടുപിടിക്കാം. അപ്പൊ ബി എൻ കണ്ടുപിടിക്കുമ്പോൾ ബി എൻ ഇസ് ഈക്വൽ ടു 2 ബൈ പൈ ഇന്റഗ്രൽ 0 to pi ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്, അതായത് രണ്ട് ടേംസിന്റെ പ്രോഡക്റ്റ് ആണ് കിടക്കുന്നത്. അപ്പം ഇന്റഗ്രേഷൻ ബൈ പാർട്ട് ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2 ബൈ പൈ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇന്റഗ്രൽ ഓഫ് സൈൻ എൻ എക്സ് ഇസ് മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. അടുത്ത ടേം നെഗറ്റീവ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1, ഓൾറെഡി ഒരു നെഗറ്റീവ്, ഇവിടെ ഈ കോൺസ്റ്റന്റ് 1 ബൈ എൻ. ഇനി കോസ് എൻ എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എൻ എക്സ് ബൈ എൻ ടു ദ ലിമിറ്റ് 0 ടു പൈ. ഇതുവരെ എഴുതിയോ? അതായത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാനൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്തു. ഇവിടെ ഇപ്പം എക്സിന്റെ പവർ 1 ആയതുകൊണ്ട് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള ഇന്റഗ്രേഷൻ ബൈ പാർട്ട് തന്നെ അപ്ലൈ ചെയ്താലും മതി. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. പക്ഷേ എക്സിന്റെ പവേഴ്സ് കൂടി വന്നാൽ ഇത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതിന് ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് ഒരു ബെർണോളി പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പം ഈ പ്രോബ്ലം ഇത് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ഞാനത് എഴുതി തരാം. നോ, ഇതുവരെ കംപ്ലീറ്റ് ആയോ? ഹലോ, shall I clear the board? Yes, which is equal to, അപ്പം ഇനി നമ്മൾക്ക് കിടന്നത് 2 ബൈ പൈ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സൈൻ എൻ എക്സ് മൈനസ് കോസ് എൻ എക്സ് ആയിരുന്നു. അപ്പം മൈനസ് എക്സിന് പകരം പൈ കൊടുത്തു ബൈ എൻ ഇൻറ്റു കോസ് എൻ പൈ വിച്ച് ഇസ് മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ. അടുത്ത ടേം നെഗറ്റീവ് മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 കിട്ടി. ഈ ഒരു മൈനസ് ഉണ്ടായിരുന്നു ബൈ ഒരു എൻ സ്ക്വയർ ഇൻറ്റു സൈൻ എൻ എക്സ് ആണ്. സൈൻ എൻ പൈ ഇസ് എന്താണ്? സൈൻ എൻ പൈയുടെ വാല്യൂ 0 മൈനസ് ഗിവിംഗ് ദ ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേമിൽ എക്സ് കിടക്കുന്നു, അത് പ്രോഡക്റ്റ് ആയിട്ട്, സോ ഇറ്റ് ഈസ് 0. അതിന്റെ അടുത്ത ടേമില്
അവിടെ 2 നെഗറ്റീവ് ഉണ്ടായിരുന്നു, മൂന്നാമതൊരു നെഗറ്റീവ്, അപ്പം മൈനസ് 1/n² into sin 0 is again 0. Hence this is equal to 2/pi into pi by n into ഇവിടെ ഒരു മൈനസ് ഉണ്ട്. So this minus 1 the whole raised to n. Pi and pi get cancelled, which is equal to minus 2/n into minus 1 the whole raised to n. Okay. അപ്പം ഇതാണ് bn ന്റെ വാല്യൂ. ഇതിനെ വേണമെങ്കിൽ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് 2/n into minus 1 the whole raised to n plus 1 എന്ന് എഴുതാം. Hence the required Fourier series is fx is equal to sigma 1 to infinity bn, that is 2/n into minus 1 the whole raised to n plus 1 into sin nx which is the required Fourier series. Complete ആയോ? ഹലോ ഹലോ ഹലോ, നിങ്ങൾ എല്ലാരും ഉറങ്ങിയാ? ആരെങ്കിലും കൊണ്ടുവന്നിരിപ്പുണ്ടോ? Yes, ma'am. Yes, ma'am. നന്നായി. അപ്പം ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യണോ? ഇപ്പൊ സമയമുണ്ടോ? അതോ അടുത്ത ക്ലാസ് ചെയ്താൽ മതിയോ? അടുത്ത ചെയ്യാം മാം. ഇപ്പൊ ചെയ്യണമെന്നാ പിന്നെ ചെയ്യണോ? കിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടി ഇടട്ടോ. ഹലോ ഹലോ, Next class. ചെയ്യണമെന്നാ വേണ്ടത്? എനിക്ക് ക്ലിയർ ആകുന്നില്ല. Next class, ma'am. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. ആ, നിങ്ങളുടെ ഇന്ന് കയറിയൊരു സ്ക്രീൻഷോട്ട് ഒന്ന് ഇട്ടേക്കോ? Okay, ma'am. ഓക്കെ. മണിക്കൂർ പോകുന്നു. Thank you, ma'am.